മുനമ്പത്തെ ഭൂമിയുടെ പ്രശ്നം ഫറൂഖ് കോളേജ് മാനേജ്മെന്റല്ലേ ക്ലെയിം ചെയ്യേണ്ടത്. അവര് ഞങ്ങൾക്ക് ക്ലെയിം ഇല്ല എന്ന് പറയുന്നു. പൈസ കൊടുത്ത് മേടിച്ച ഭൂമി എങ്ങനെ വഖഫാവുന്നത്? അത് അനിസ്ലാമികമാണ്. അങ്ങനെ ചെയ്ത 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വഖഫ് അല്ല എന്ന് പറയാൻ കാര്യം. ഒന്ന്, ഇത് വഖഫാക്കി എന്ന് പറയുന്ന കാലത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആളുകൾ താമസിക്കുന്ന ഭൂമി എങ്ങനെ വഖഫാകുന്നത്? 2, കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. വഖഫിൽ ഒരു കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല. വഖഫ് എന്ന് പറയുന്നത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. ഒരു കണ്ടീഷൻ വെച്ചാൽ അത് വഖഫല്ല. 3, പണം മേടിച്ചിട്ട് ഭൂമി കൊടുത്തത് എങ്ങനെ വഖഫാവുന്നത്? അതാണ് UDFന്റെ കാലത്ത് വന്ന വഖഫ് ബോർഡ് ചെയർമാൻമാർ എടുത്ത നിലപാട്. ഇത് BJPയുടെ ഒരു വർത്തമാനം. ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ പറഞ്ഞ ആ വർത്തമാനത്തിന് പിൻബലം കൊടുക്കുകയാണ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാന്റെ ഈ നിലപാട്. നമസ്കാരം. കേരളത്തിൽ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഗ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ നമുക്ക് പറയാവുന്ന പേര് പിണറായി വിജയൻ എന്ന ആളാണ്. ഇവിടെ തലകുത്തി മറിഞ്ഞിട്ടും എവിടെയും ക്ലച്ച് പിടിക്കാതിരുന്ന സ്ഥലത്ത് BJPയെ ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടി പ്ലാനും പ്രവർത്തനവും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഇങ്ങനെ ചെന്ന് പെട്ടതിന് കാരണം അദ്ദേഹം വലിയൊരു കള്ളനാണ്, തട്ടിപ്പ് വീരനാണ്, അഴിമതിക്കാരനാണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ലാവ്ലിംഗ് കേസ്, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ ഡോളർ കടത്ത് കേസ്, പിന്നെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ്, ഏറ്റവും അവസാനം നമ്മുടെ കൃത്യമായി മകളെ പിടികൂടിയ എല്ലാ തെളിവുകളുമുള്ള മാസപ്പടി വിവാദം, SFI അന്വേഷണം അതിങ്ങനെ നടക്കുകയാണ്. 8 മാസത്തിനുള്ളിൽ തീർക്കണമെന്ന് ഹൈക്കോടതിയിൽ SFIO കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ സമർപ്പിച്ചിട്ടും 8 മാസം കഴിഞ്ഞ് 12 മാസമാവാറായി ഇതുവരെ അതിനകത്ത് യാതൊരു തീരുമാനവുമായില്ല. ഇതിനൊക്കെ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആള് ഇപ്പോൾ BJPയുടെ ഗ്രാൻഡ് അംബാസഡറായി മാറി എന്നുള്ളതാണ്. ഇത് തുടങ്ങിയത് ഇപ്പോൾ അടുത്തൊന്നുമല്ല. നമുക്കറിയാം ശബരിമല വിവാദം. ശബരിമല വിവാദത്തിൽ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്ന ഉടൻ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ് പിണറായി വിജയൻ. ആക്ച്വലി അതിന് അപ്പീൽ പോയി, 9 അംഗ ബെഞ്ചിലേക്ക് പോയി, പിന്നീട് ഭരണഘടനാ ബെഞ്ചിൽ തീരുമാനമെടുക്കാൻ അവസരമുണ്ടെന്നിരിക്കെ സ്ത്രീകൾക്ക് പ്രായഭേദമേന്യേ എല്ലാ സ്ത്രീകൾക്കും അവിടുത്തെ നോംസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ കയറാമെന്നുള്ളൊരു വിധി വന്നപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് എടുത്തു ചാടി പിണറായി വിജയൻ പ്രവർത്തിച്ചത് അറിയാം. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അത് ചെയ്യാൻ വേണ്ടി പ്രേരണ കൊടുത്ത ആരാ? കേന്ദ്രത്തിൽ RSSും BJPയും തന്നെയാണ്. ഇത് വരുമ്പോൾ അവിടെ ശക്തമായ രൂപത്തിൽ BJP ശബരിമല വിവാദവുമായി രംഗത്തിറങ്ങും, ശബരിമല സംരക്ഷകരായി ഇറങ്ങും. അങ്ങനെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജാതി മതങ്ങൾക്കപ്പുറം വിശ്വസിക്കുന്ന അയ്യപ്പനെ മുന്നിൽ നിർത്തി ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് പിണറായി വിജയനോട് കൃത്യമായി അവിടെ സ്ത്രീകളെ കയറ്റാനുള്ള നിർദ്ദേശം കൊടുത്തത്. ഇത് വേറെ ആരുമല്ല, കൃത്യമായ ഗൂഢാലോചനയിൽ BJPയുടെ സമുന്നതരായ നേതാക്കന്മാർ തന്നെ കൊടുത്ത ഒരു നിർദ്ദേശമാണ്. മതത്തിൻ്റെ പേരിൽ, അതേപോലെ അമ്പലത്തിൻ്റെ പേരിൽ ആളുകളെ ധ്രുവീകരിക്കാൻ പറ്റും. അതിലേറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ശബരിമല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് തയ്യാറായത്. എന്നാൽ 2019 ഇലക്ഷനിൽ BJPക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. പക്ഷേ വോട്ട് വർധനയുണ്ടായി. പത്തനംതിട്ടയും തിരുവനന്തപുരം അടക്കമുള്ള, ആറ്റിങ്ങൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ വോട്ട് വർധന ഉണ്ടാക്കാൻ സഹായിച്ചു. മാത്രമല്ല അമിത്ഷാ അടക്കമുള്ള കൃത്യമായുള്ള നേതാക്കന്മാർ കേരളത്തിൽ വന്ന് റോഡ് ഷോ അടക്കം നടത്തി കേരളത്തെ പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റി. പക്ഷെ ജയിച്ചില്ല എന്നുള്ളത് അവരുടെ ദൗർഭാഗ്യപരമായ കാര്യമാണ്. 2 തരത്തിലാണ് വോട്ട് കിട്ടിയത്. ഒന്ന്, പിണറായി വിജയനോട് പറഞ്ഞ് പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട വോട്ടുകൾ ചെയ്യിപ്പിച്ചു. രണ്ടാമത് ഇതേപോലെ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ, സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ വികാരം, ഉണ്ടാക്കിയെടുത്ത വലിയ വികാരത്തെ മുതലെടുത്ത് അവർ കൃത്യമായി വോട്ട് ചെയ്തു. അത് ഒരു ഈക്വൽ ഫൈറ്റിലേക്ക് വരെ പല സ്ഥലങ്ങളിലും എത്തി. 6 മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു മണ്ഡലവും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു തീർത്തത്. കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ 67 മണ്ഡലങ്ങളിലാണ് ഈ ശബരിമല വിവാദം തന്നെ കത്തി നിൽക്കുന്ന 2021 67 മണ്ഡലങ്ങളിലാണ് BJP CPMന് വോട്ട് ചെയ്തത്. അതിൽ 27 മണ്ഡലങ്ങളിൽ CPMന് വിജയിക്കാൻ പറ്റി. പ്രത്യേകിച്ചും രാജേഷ് തൃത്താല, അതിൽ രാജീവ് ഇവിടെ കളമശ്ശേരി ഒക്കെ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട സ്ഥലം BJPയുടെ വോട്ട് മറയ്ക്കൽ കൃത്യമായി നടന്നു. അത് പറഞ്ഞിട്ടുള്ള ആരാ? കൃത്യമായി RSSൻ്റെ നേതാവ് തന്നെയാണ്
ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം വെളിപ്പെടുത്തിയ ഓർഗനൈസറുടെ പത്രാധിപരായിരുന്ന അദ്ദേഹം കൃത്യമായി പറഞ്ഞു, 67 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തെങ്കിലും 5 സ്ഥലങ്ങളെ വിജയിപ്പിക്കാനുള്ള ധാരണ പൊളിഞ്ഞു. നേമത്തും അതേപോലെ മഞ്ചേശ്വരത്തും പാലക്കാടും തൃശ്ശൂരും പിന്നെ കൊല്ലത്തെ ഒരു മണ്ഡലത്തിലടക്കം കൃത്യമായി പ്ലാൻ നടന്നെങ്കിലും അതൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കയ്യിലുണ്ടായിരുന്ന നിയമ സീറ്റടക്കം BJPക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ BJPക്ക് ഒരു വളർച്ച ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ പിണറായി വിജയന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പുള്ള സംഭവമാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. അത് വലിയൊരു സംഭവമാണ്. അതിനു മുമ്പ് ലാവ്ലിൻ കേസ് മാത്രമാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്, BJPയുടെ കൈവശമുണ്ടായിരുന്നത്. 2014 മുതൽ BJP അധികാരത്തിൽ വന്ന മുതൽ ലാവ്ലിൻ കേസ് അട്ടിമറിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് അതുവരെ ഉണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി വേറൊരു ആളെ കൊണ്ടുവന്നു, സതീഷ് എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നു. പിന്നീട് ഹൈക്കോടതിയിലാകട്ടെ ഇതേപോലെ BJPയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അവിടെ തലകുത്തനെ പ്രവർത്തിച്ചു. ഡൽഹിയിലെത്തിയപ്പോൾ ഇപ്പോൾ 8 വർഷമായി ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. ആര്? തുഷാർ മേത്ത എന്ന് പറയുന്ന BJPയുടെ അമിത്ഷായുടെ വലങ്കയ്യായ സോളിസിറ്റർ ജനറൽ. അപ്പോൾ എന്തായാലും അങ്ങനെ ലാവ്ലിൻ കേസ് മാത്രമല്ല, 2020 വന്നപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കിട്ടി സുരേന്ദ്രനൊക്കെ ആഘോഷിക്കുകയായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യും, മകളെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു മണ്ണാങ്കട്ടി നടന്നില്ല. അതിലുണ്ടായിട്ടുള്ള സംഭവം എന്താണ്? 2021 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കാൻ ധാരണയായി. പക്ഷേ BJP വിജയിച്ചില്ല. കാരണം CPM അണികൾ തിരിച്ചു കുത്തലുണ്ടേ. അങ്ങനെ നിലപാട് CPMൻ്റെ സാധാരണ അണികൾ BJPയോടില്ല, BJPയുടെ സാധാരണ അണികൾ CPMനോടുമില്ല. കേഡർ സ്വഭാവമുള്ള BJPക്ക് ഒരു പരിധിവരെ അവർ പറഞ്ഞ പ്രകാരം വോട്ട് മറയ്ക്കാൻ പറ്റുമായിരിക്കാം. അത് പരാജയപ്പെട്ടു. അങ്ങനെ എന്തായാലും 27 സീറ്റ് അധികമായി കിട്ടിയതോടുകൂടി 99 സീറ്റോട് കൂടിയിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. 72 സീറ്റിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഭരണം തന്നെ അട്ടിമറിച്ച് പോയിരുന്നേനെ. കാരണം CPIയോ മറ്റേതെങ്കിലും കക്ഷികളോ അതിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഭരണം മാറി UDF ഭരണത്തിൽ വന്നിരുന്നേനെ. അത്രയും ഭീകരമായ ഒരു തേർവാഴ്ചയാണ് കഴിഞ്ഞ 3.5 വർഷമായി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ കുറേ ജനകീയ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 2021 മുതൽ 24, 25 കടക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ മുച്ചോട് നശിപ്പിച്ച് 5.5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയനെ 5 കേസുകൾ വെച്ചിട്ടാണ്, കൂടാതെ വിദേശത്തുള്ള പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യം വെച്ചിട്ടാണ് BJP ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ ഗ്രാൻഡ് അംബാസഡറായിട്ടാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത്. ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ പൂരം കലക്കിയത് എല്ലാവർക്കും അറിയാം. പൂരം കലക്കുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചുകൊണ്ടേയിരുന്നു. അതെന്തിനാണ്? പിണറായി വിജയൻ പറഞ്ഞിട്ടും അവിടെ പാർട്ടി വോട്ട് മറയ്ക്കാൻ അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ തയ്യാറായിരുന്നില്ല. പകരം അവിടെ പിണറായി വിജയൻ ഇടപെട്ട ശേഷമാണ് മറയ്ക്കാൻ വേണ്ടി തീരുമാനമായത്. അങ്ങനെ പിണറായി വിജയൻ ഒരു സൗഭാഗ്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. 2021 ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും അതേപോലെ തൃശ്ശൂരുമാണ് കൃത്യമായി BJPക്ക് വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ധാരണയായിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ആറ്റിങ്ങലിൽ CPMൻ്റെ വോട്ട് മറച്ചതുകൊണ്ട് മാത്രമാണ് കൃത്യമായി അവിടെ ആറ്റിങ്ങലിൽ വിജയിക്കാൻ പറ്റാതെ വന്നത് CPM, അല്ലെങ്കിൽ അവിടെ വിജയിച്ചു പോകുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അവിടെ CPMൻ്റെ നല്ലൊരു ശതമാനം വോട്ട് BJPക്ക് മറച്ചു കുത്തി. അങ്ങനെ എന്നാൽ ഇതിനിടയിലുണ്ടായിട്ടുള്ള ഒരു നാടകം കൊണ്ട് മാത്രമാണ് അവിടെ ഇദ്ദേഹം വിജയിച്ചു പോയത്. അടൂർ പ്രകാശ് വിജയിച്ച് UDF സ്ഥാനാർത്ഥി വിജയിച്ചു പോയത് നമുക്കറിയാം. ഈ തൃശ്ശൂരിലാകട്ടെ പൂരം പോലും കലക്കിയിട്ടാണ് പിണറായി വിജയൻ അവിടെ അട്ടിമറി വിജയം ഉണ്ടാക്കി കൊടുത്തത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ കരുവന്നൂർ ബാങ്കിൽ കൊടുക്കുമെന്ന് എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചുള്ള വിദ്വാനാണ് പിണറായി വിജയനാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തി അവിടെയുള്ള വോട്ടുകൾ മറപ്പിച്ചു കൊടുത്തത്. ആവറേജ് 50,000-ഓളം വോട്ടുകൾ CPMൻ്റെ വോട്ടുകൾ മറഞ്ഞിട്ടുണ്ട്. ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ടുകൾ ടു 75 വോട്ടുകൾ വരെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ധാരണ കൊടുത്തത്. അത് കൃത്യമായി CPM വോട്ട് മറച്ചിട്ടുണ്ട്. അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മൊത്തത്തിൽ 7 നിയോജക മണ്ഡലത്തിൽ മുന്നിട്ട് നിന്നത് CPMും ഇടതുപക്ഷ മുന്നണിയും. എന്നാൽ ഈ മത്സരം വന്നതോടുകൂടി ആ വോട്ട് എവിടെ പോയി? ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എഫക്റ്റിനേക്കാളും പ്രധാനം പിണറായി വിരുദ്ധ വോട്ടായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ പിണറായി വിരുദ്ധ വോട്ട് ശക്തമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ
സ്വാഭാവികമായിട്ടും അവിടെ അത് തരംഗമായി ആഞ്ഞടിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ സുരേഷ് ഗോപിക്ക് കൃത്യമായി വിജയിപ്പിച്ചു കൊടുക്കാൻ പൂരം കലക്കലടക്കം പിണറായി വിജയൻ ചെയ്തു കൊടുത്തു എന്ന് ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണം എല്ലാം തന്നെ കരുവന്നൂർ ബാങ്കുമായി അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഇല്ലാതാക്കി. മകളെ കൃത്യമായി പറഞ്ഞാൽ SFIO അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്നേ വരെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല എന്നുള്ള അവസ്ഥയാക്കി. അങ്ങനെ പിണറായി വിജയൻ അന്ന് മുതൽ ഇന്ന് വരെ ജയിലിൽ കിടക്കേണ്ട പിണറായി വിജയൻ സുരക്ഷിതനായി പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് BJP ആണ്. ഇതിലാണ് BJP അണികൾ 100% സുരേന്ദ്രനെതിരെ തിരിയുന്നത്. സുരേന്ദ്രനും വി മുരളീധരനും പിണറായി വിജയനും യൂസഫ് അലിയും ചേർന്നുള്ള ഒരു കോക്കസാണ് കേരളത്തെ ഭരിക്കുന്നത്. ആ കോക്കസിൻ്റെ സൃഷ്ടിയാണ് മുനമ്പം എന്ന് പറയാൻ പറ്റും. മുനമ്പം അതേപോലെ മുനമ്പം ഈ ശബരിമല വിവാദം പോലെ ഒരു ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അത് അവിടെ മുനമ്പം ആരാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത്? വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡ് ആരുടെ കീഴിലാണ്? പിണറായി വിജയൻ്റെ കീഴിലാണ്. പിണറായി വിജയൻ പറയുകയാണ് വഖഫ് ബോർഡിനോട് അങ്ങനെ ഒരു പരാതി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കണ്ട, പിൻവലിച്ചേക്കാൻ പറഞ്ഞാൽ അത് തീർക്കാൻ 10 മിനിറ്റ് മതി. ഇതിനെക്കുറിച്ച് നമ്മളെ VD സതീശൻ കൃത്യമായി പറഞ്ഞ കാര്യമാണ് മുന്നിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതൊന്നും കൂടി കേൾക്കാം. മുനമ്പത്തെ ഭൂമിയുടെ പ്രശ്നം ഫറൂഖ് കോളേജ് മാനേജ്മെന്റല്ലേ ക്ലെയിം ചെയ്യേണ്ടത്. അവര് ഞങ്ങൾക്ക് ക്ലെയിം ഇല്ല എന്ന് പറയുന്നു. പൈസ കൊടുത്ത് മേടിച്ച ഭൂമി എങ്ങനെ വഖഫാവുന്നത്? അത് അനിസ്ലാമികമാണ്. അങ്ങനെ ചെയ്ത 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വഖഫ് അല്ല എന്ന് പറയാൻ കാര്യം. ഒന്ന്, ഇത് വഖഫാക്കി എന്ന് പറയുന്ന കാലത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആളുകൾ താമസിക്കുന്ന ഭൂമി എങ്ങനെ വഖഫാകുന്നത്? 2, കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. വഖഫിൽ ഒരു കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല. വഖഫ് എന്ന് പറയുന്നത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. ഒരു കണ്ടീഷൻ വെച്ചാൽ അത് വഖഫല്ല. 3, പണം മേടിച്ചിട്ട് ഭൂമി കൊടുത്തത് എങ്ങനെ വഖഫാവുന്നത്? അതാണ് UDFന്റെ കാലത്ത് വന്ന വഖഫ് ബോർഡ് ചെയർമാൻമാർ എടുത്ത നിലപാട്. ഇത് BJPയുടെ ഒരു വർത്തമാനം. ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ പറഞ്ഞ ആ വർത്തമാനത്തിന് പിൻബലം കൊടുക്കുകയാണ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാന്റെ ഈ നിലപാട്. പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വിചാരിച്ചതുപോലെ കേരളത്തിൽ ഒരു BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വഖഫ് ആക്റ്റുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്നത്? 95-ൽ വന്നതാണ് വഖഫ് ആക്ട്, ഭേദഗതി വന്നതാണ്. 26 വർഷത്തേക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. 26 വർഷം എവിടെയായിരുന്നു? ഈ ക്ലെയിം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സർക്കാർ നിയമിച്ചതാണ് ഈ വഖഫ് ബോർഡ്. അവരോട് പറയണം ഇത് വഖഫ് ഭൂമിയല്ല, ഇത് അവിടുത്തെ പാവപ്പെട്ടവർക്ക് അനുവദിക്കുന്ന ഭൂമിയാണ്. കള്ളക്കളിയാണ്. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് അതല്ല എന്ന് പറയുകയും അവസാനം BJPക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ, മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമാണ് കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ ഈ നിലപാട് സ്വീകരിക്കുക. ഇപ്പൊ വില്ലൻ ആരാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി. BJPയുടെ ആയുധമാക്കുന്നത് ഈ വഖഫ് ബില്ല് പാസ്സായാൽ ഈ മുനമ്പത്തെ പ്രശ്നം തീരുവല്ല. ഇപ്പോഴത്തെ ഈ വഖഫ് ബില്ല് പാസ്സായാലൊന്നും മുനമ്പത്തെ പ്രശ്നം തീരില്ല. മുനമ്പത്തെ പ്രശ്നം അനാവശ്യമായി സംസ്ഥാന സർക്കാരും ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ നിലപാടെടുത്തിരിക്കുന്നത് ഇത് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ഭൂമി അവർക്ക് എല്ലാ കാലത്തേക്കും പെർമനന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ടൈറ്റിൽ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാം യോഗം ചേർന്ന് ഈ തീരുമാനമെടുത്തു. പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുടി സാഹിബും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞു അവരെ കുടിയൊഴിപ്പിക്കരുത്, ഈ പ്രശ്നം സർക്കാരിന് തീർക്കാൻ പറ്റും. മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം ലീഗിനും ഒന്നുമില്ലാത്ത വാശി ഈ വഖഫ് ബോർഡ് എന്തിനാണ്? ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഈ ഭൂമിയുടെ കാര്യത്തിൽ വാശി പിടിക്കുന്നത്? ഒരു നിയമപ്രശ്നമില്ല. ഇത് നിയമപ്രശ്നം അനാവശ്യമായി സംസ്ഥാന വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപ്രശ്നമാണ്. ഇത് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കളിയാണ്. കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടാണ്. അത് അവസാനിപ്പിക്കണം. കേട്ടല്ലോ, ഇന്നലെ ഏറ്റവും ഒരു പുതിയ വിവാദം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന പ്രശ്നം 610 കുടുംബങ്ങൾക്കാണ് അവരെ കരടയ്ക്കാൻ പറ്റാതെ, അവർ വിൽക്കാൻ പറ്റാതെ, ലോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വഖഫ് ബോർഡ് എത്തിച്ചിരിക്കുന്നത്. അവിടെ 38 ദിവസമായി സമരം നടക്കുകയാണ്. അവിടെ ആദ്യമായി ഓടിയെത്തത് VD സതീശനാണ്. അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു പ്രശ്നമാണ്, ബോധപൂർവം ഉണ്ടാക്കുകയാണ്, ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി എന്താണോ അമിത്ഷാ പറയുന്നത് ആ അമിത്ഷാ പറയുന്ന പ്രകാരം പ്രശ്നമുണ്ടാക്കുകയാണ്. ഇവിടെ ചാവക്കാടും കോഴിക്കോടും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണൂരും എല്ലാം തന്നെ ഇത്തരത്തിൽ വഖഫ് ബോർഡ് കൊണ്ട് കൃത്യമായി പറയിക്കുകയാണ്, കേസ് കൊടുപ്പിക്കുകയാണ് ഈ സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഫറൂഖ് കോളേജിന് വിറ്റൊരു സ്ഥലമാണ് ഈ പറയുന്ന മുനമ്പത്തെ സ്ഥലം. അത് പിന്നെ ഓരോരുത്തരുടെ പണം വാങ്ങി വിറ്റു. ഈ സ്ഥലം എങ്ങനെയാണ് വഖഫിന് അധികാരത്തിൽ വരിക?
ഒരിക്കലും വഖഫിൻ്റെ കയ്യിലേക്ക് വരാൻ പറ്റില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യത്തിലാണ് വളരെ ഒരു സ്ട്രാറ്റജിക് മൊമെൻറ്റുമായിട്ട് കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നത്. കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വരികയും അവിടെ 13 ബിഷപ്പുമാർ ചേർന്നുകൊണ്ടാണ് ഒരു ചർച്ച നടന്നത്. സാദിഖലി ശിഹാബ് തങ്ങളും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കിലും ഒപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ അഖിലേന്ത്യാ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് ഷാ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് ഇത് പിൻവലിക്കണം. ഗവൺമെൻറ് ചർച്ച ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നത്തെയാണ് ഇത് വർഗീയവൽക്കരിക്കാനും ഇത് വലിയ ഇഷ്യൂ ആക്കാനും BJPക്ക് വോട്ട് പിടിക്കാനുമുള്ള പരിപാടികളുമായിട്ട് പിണറായി വിജയൻ പല സ്ഥലത്തും ഇതുപോലെ പ്രശ്നമുണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇലക്ഷന് മുമ്പ് തന്നെ ഈ പ്രശ്നം തീർക്കാൻ 10 മിനിറ്റ് മതി. പക്ഷെ അതിന് പിണറായി വിജയന് സമയമില്ല. പിണറായി വിജയന് ഇലക്ഷൻ കഴിയുന്നവരെ 20-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോകണം. 20-ാം തീയതി കഴിഞ്ഞിട്ട് ചർച്ചയാവാമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതേ ദിവസം തന്നെ ഇവരോടുമായി ചർച്ച നടത്തി ഈ പ്രശ്നം പിൻവലിക്കാൻ പറ്റാത്തത്? 10 നിമിഷം കൊണ്ട് വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ പിൻവലിച്ചാൽ ഈ കേസേ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അമിത്ഷായും അതേപോലെ ഹൊസബിളയുമായിട്ട് ദത്താത്രേയ ഹൊസബിളയുമായിട്ട് ADGP അജിത് കുമാർ അടക്കം പ്ലാൻ ചെയ്തുള്ളത്. രാം മാധവുമായി RSSന് അഖിലേന്ത്യാ സെക്രട്ടറി രാം മാധവുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതൊക്കെ തന്നെ എങ്ങനെ BJPയെ കേരളത്തിൽ കരുപിടിപ്പിക്കാം, എങ്ങനെ CPMൽ അണികളെല്ലാം BJPയിൽ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പരിപാടികളാണ്. കൃത്യമായി ഇവർ തമ്മിലുള്ള ഗൂഢാലോചന സൃഷ്ടിയാണ്. ശബരിമല വിവാദം പോലെ മുനമ്പം ഇഷ്യൂ കത്തിച്ച് കേരളത്തിൽ ഇതേപോലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാക്കി കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുക, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയുണ്ടാക്കുക, ആ അടിസ്ഥാനത്തിൽ കേരളത്തിൽ BJPയെ ക്ലച്ച് പിടിപ്പിക്കുക എന്നുള്ള പരിപാടി. പക്ഷേ അത് ഇന്നലത്തോടുകൂടി കുഞ്ഞാലിക്കുട്ടിയും നേതൃത്വം നടത്തിയ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് തീർച്ചയായും അത് വലിയ തിരിച്ചടി തന്നെയാണ് BJPക്കും പിണറായി വിജയനും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.